ഇൻവെസ്റ്റിഗേഷന്റെ എല്ലാ ഡീറ്റെയിൽസും നിരഞ്ജൻ എന്നോട് പറഞ്ഞു. തോമസ്, ഇറ്റ്സ് ഓൾ വെരി ക്ലിയർ. സൈമൺ കൊലക്കേസിന് പിന്നിലെ തിങ്ക് ടാങ്ക് മാർട്ടിൻ ദിനകറാണ്. എനിക്കറിയാം സാർ, പക്ഷേ ഇനി ഈ കേസിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വൈ സർ? തന്റെ തന്നെ അന്വേഷണത്തിനൊടുവിൽ താൻ പിടികൂടിയ 14 പ്രതികളുണ്ട്. ഒന്നാം പ്രതി മുള്ളാണി ബിജുവിന്റെയും രണ്ടാം പ്രതി ജോഷുവയുടെയും കൺഫെഷൻസ്. കേസിലാകെ 63 സാക്ഷികളുണ്ട്. ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുത്തിട്ട് സത്യം അതല്ല എന്ന് പോലീസ് തന്നെ മാറ്റി പറഞ്ഞാലുണ്ടാകുന്ന ലീഗൽ കോംപ്ലിക്കേഷൻസും നാണക്കേടും ഫേസ് ചെയ്യാൻ ആരും തയ്യാറല്ല. സർ, അപ്പൊ DG മിനിസ്റ്ററും എനിക്ക് തന്ന ഉറപ്പോ? മേലധികാരികളുടെ ഉറപ്പിന് ഇത്രയൊക്കെ വിലയുള്ളൂ നിരഞ്ജൻ. യു ലേൺ ഇറ്റ് ദ ഹാർഡ് വേ. അപ്പൊ സത്യം അതാർക്കും പ്രശ്നമല്ല, ആവശ്യവുമില്ല. സത്യവും നീതിയും പോലീസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്നേക്കാൾ കൂടുതലായിട്ട് അങ്ങേക്കറിയാവല്ലോ. സർ, സൈമന്റെ കൊലപാതകത്തിന് പിന്നിലുള്ള പ്ലാനിങ്ങും എക്സിക്യൂഷനും RDX അനിലിന്റേതാണ്. സൈമന്റെ ബോഡിയിൽ കഴുത്തിന് താഴെയായി കാണപ്പെട്ട ആ ഡീപ് സ്ലാഷ് അനിലിന്റെ കത്തിയിൽ നിന്നുണ്ടായതാണ്. ഒരു പ്രീ മെഡിറ്റേറ്റഡ് കില്ലിംഗ് അല്ല എന്ന് വരുത്തി തീർക്കാൻ അയാൾ ജോഷുവയുടെ സഹായത്തോടു കൂടി ഒരു കൊട്ടേഷൻ കില്ലിംഗിന് ആംബിയൻസ് സൃഷ്ടിക്കുകയായിരുന്നു. ആൻഡ് അനിൽ ഡിഡ് ഇറ്റ് ഫോർ മാർട്ടിൻ ദിനകർ. ട്രൂ നിരഞ്ജൻ, പറഞ്ഞത് ശരിയാണ്. പക്ഷേ തന്നോട് സമ്മതിച്ചതെല്ലാം അനിലിന് കോടതിയിൽ മാറ്റി പറയാം. ഒരു കൊലപാതകത്തിന് മുഴുവൻ പ്രതികളും ഉൾപ്പെട്ട ചാർജ് ഷീറ്റ് കോടതിയിലുള്ളപ്പോൾ അതേ കേസിൽ മറ്റൊരാളെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? ഡോൺ ബുൾഷിറ്റ് തോമസ്. താൻ ഈ ടെക്നിക്കാലിറ്റീസ് ഒക്കെ വിട്ടിട്ട് ന്യായത്തെക്കുറിച്ച് ആലോചിക്കേ. സർ, മാർട്ടിൻ ദുബായിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് അയാളെ കസ്റ്റഡിയിൽ എടുക്കണം. വൺസ് ഹീസ് അറസ്റ്റഡ്, തിങ്സ് വിൽ ചേഞ്ച്. സോറി നിരഞ്ജൻ, ഐ ആം ഹെൽപ്ലെസ്. DCP Niranjan. Can I talk to you in private? Would you please come out? Excuse me, sir. നിങ്ങൾ തിരയുന്ന മാർട്ടിൻ ദിനകർ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. Now listen. Hey, നിരഞ്ജൻ. Thomas, I tell you, he's damn frustrated. Hi. Welcome. So you've finally come, Niranjan. Thought you would be more cautious. அவ்வளோ ஈஸியா யாரும் வர முடியாத ஒரு இடம். ஏதோ ஒரு அனானிமஸ் கால் கிடைச்ச உடனே இந்த மாதிரி தனியா வந்திருக்கிய. You are daring man. Stupidly daring. சைமனோட கொலைக்கு பின்னாடி இருந்த பிரெயின் அண்ட் எக்ஸிகியூஷன் என்னோடதுன்னு ப்ரூவ் பண்ற அத்தனை எவிடன்ஸும் இப்போ உன் கையில இருக்கு. பிளஸ் இன் யூர் கஸ்டடி யூ ஹேவ் மை மோஸ்ட் வைட்டல் மேன், அனில். திடீர்னு வந்த கோவத்தினால ஒரு 3rd ரேட் குண்டா சைமன் பாலத்திங்களை கொலை பண்ணிட்டான். இது போலீஸ் நிரூபிச்சு கோர்ட்ல சொன்ன கதை. அந்த கதையில இன்னொரு ட்விஸ்டா. எதுக்கு நிரஞ்சன்? I know it's too late to talk about truth. I have no time for you. Rather, destiny has no time for you.
Drop your gun. I said drop your gun. Really sorry to shock you like this, son. Dinagar is my man, my ally, my partner. സർ, എനിക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ നീ തയ്യാറാവുമെന്ന്. മാർട്ടിനെ പിടികൂടാനായാൽ IG തോമസിനെയും DGയെയും ആഭ്യന്തരമന്ത്രിയെയും കൺവിൻസ് ചെയ്യാനാകുമെന്ന് നീ പ്രതീക്ഷിച്ചു. മാർട്ടിൻ ഇവിടെ ഉണ്ടെന്ന് നിന്നെ വിളിച്ചറിയിച്ച അനോണിമസ് കോൾ ഒരു ട്രാപ്പായിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ കെണി. ഏയ് നിരഞ്ജൻ, തോമസ്, I tell you, he's damn frustrated. ഞാൻ ഇങ്ങനെയൊക്കെ എന്തിനു ചെയ്യുന്നു എന്നാവും നീ ഇപ്പൊ ആലോചിക്കുന്നത്. നോ സർ, യു ഗോട്ട് മീ റോങ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കറിയാമായിരുന്നു നിങ്ങൾ ഇവിടെ എത്തുമെന്ന്, ഇങ്ങനെ സ്വയം വെളിപ്പെടുത്തുമെന്ന്. Hey, don't bluff. നോ, ഐ എം നോട്ട്. ഓർക്കുന്നില്ലേ, നിങ്ങൾ ആരംഭിക്കുന്ന മെഡിക്കൽ കോളേജിന്റെ തറക്കല്ലിടൽ ചടങ്ങിലേക്ക് തോമസ് സാറിനെയും എന്നെയും ക്ഷണിച്ചത്? ദാറ്റ് ഇൻവിറ്റേഷൻ കാർഡ് വാസ് ക്വൈറ്റ് റിവീലിംഗ്. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് വളരെ സ്ട്രൈക്കിംഗ് ആയിരുന്നു, മീര മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. ഞാൻ നിങ്ങളുടെ സ്റ്റുഡന്റ് ആവുന്നതിന് 2 വർഷങ്ങൾക്ക് മുമ്പ് പൂനെയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന നിങ്ങളുടെ മകൾ മരണമടഞ്ഞതായി എനിക്ക് കേട്ടറിവുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് കാർഡ് റിമൈൻഡഡ് മീ ഹെർ നെയിം വാസ് മീര. കൊലപാതകി ആരാണെന്ന് കൃത്യമായി എന്നോട് പറഞ്ഞതിന് ശേഷമാണ് സൈമൺ മരിച്ചത്. പക്ഷെ അയാളുടെ മരണമൊഴി ഞാൻ ആദ്യം തെറ്റായാണ് മനസ്സിലാക്കിയത്. നിങ്ങളുടെ മകളുടെ പേര് മീര എന്നാണെന്ന് ഓർത്തതോടുകൂടി ഞാൻ അതിന്റെ ശരിയായ അർത്ഥത്തിലേക്ക് എത്തി. മീര സ്പാ. മീരാസ് സ്പാ. സൈമൺ പറഞ്ഞത് മീര സ്പാ എന്നല്ല, മറിച്ച് മീരാസ് പാ, മീരയുടെ അച്ഛൻ എന്നാണ്. സ്മാർട്ട്, വെരി സ്മാർട്ട്. നിങ്ങളുടെ മകളുടെ മരണത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ പഴയ ന്യൂസ് പേപ്പറുകൾ പരിശോധിച്ചു. നിങ്ങളുടെ മകൾ പഠിച്ചിരുന്നത് പൂനെയിലെ പാലത്തിങ്കൽ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ മെഡിക്കൽ കോളേജിലായിരുന്നു. അന്ന് 22 വയസ്സുള്ള സൈമൺ ആയിരുന്നു അതിന്റെ നടത്തിപ്പുകാരൻ. ആൻഡ് യുവർ ഡോട്ടർ വാസ് സൈമൺ പാലത്തിങ്കൽസ് ഗേൾ ഫ്രണ്ട്. തികഞ്ഞ ഡോപ്പ് അഡിക്റ്റ് ആയിരുന്ന സൈമണിനെ ലഹരി ആവേശിച്ച ഏതൊരു നിമിഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ നഷ്ടമായി. ആദ്യം ദുരൂഹമെന്ന് പത്രങ്ങൾ പറഞ്ഞിരുന്ന മരണം പാലത്തിങ്കൽ ഗ്രൂപ്പിന്റെ സ്വാധീന ശക്തിയിൽ അപകടമരണമായി ഒതുക്കപ്പെട്ടു. കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ട് കൂടി യു വെ ക്വൈറ്റ് ഹെൽപ്ലെസ്. സോ ദ മോട്ടീവ് വാസ് റിവെഞ്ച്. പക്ഷെ എന്റെ മുൻപിൽ ചോദ്യങ്ങൾ വീണ്ടും ബാക്കിയായി. വൈ ദിസ് കൈൻഡ് ഓഫ് എ കില്ലിംഗ്? നിങ്ങളും മാർട്ടിനും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? അപ്പോഴാണ് ഞാൻ ഓർത്തത്, സൈമൺ നാഷണൽ ക്രിക്കറ്റ് ലീഗിൽ മുതൽ മുടക്കാൻ പോകുന്ന വിവരം എന്നെ ആദ്യം അറിയിച്ചത് നിങ്ങളാണ്. ആൻഡ് ഹൗ ഡിഡ് യു കം ടു നോ അബൌട്ട് ഇറ്റ്? സർവീസിൽ നിന്നും രാജിവെച്ചതിന് ശേഷം ദുബായിൽ നിങ്ങൾ തുടങ്ങിയ ബിസിനസ് എന്താണ്? വളരെ പെട്ടെന്നൊരു കോടീശ്വരനായി നിങ്ങൾ എങ്ങനെയാണ് വളർന്നത്? ഹവാല ഇടപാടുകളുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ സർവീസിൽ നിന്നും റിസൈൻ ചെയ്തത് ആദർശത്തിന്റെ പേരിലോ അതോ പിടിക്കപ്പെടാതിരിക്കാനോ? അന്ന് DG ആയിരുന്ന വിൽസൺ ജോസഫ് സാറിനെ ഞാൻ പോയി കണ്ടു. അദ്ദേഹം എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു, യു വെ നോട്ട് ക്ലീൻ, ദാറ്റ് യു ഹാഡ് വെരി സ്ട്രോങ് ലിങ്ക്സ് വിത്ത് എ ദുബായ് ബേസ്ഡ് ഹവാല കാർട്ടൽ. അനുമതിയില്ലാതെ നിങ്ങൾ നടത്തിയ 18 ദുബായ് യാത്രകളുടെ രേഖകൾ അദ്ദേഹം ഇന്നും പേഴ്സണൽ ഫയലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആൻഡ് മാർട്ടിൻ ദിനകർ, ആസ് യു സെഡ്, is your man, ally and partner. നിങ്ങൾക്ക് വേണ്ടി അന്നത്തെ ആഭ്യന്തരമന്ത്രിയും 2 കേന്ദ്രമന്ത്രിമാരും ചരടുകൾ വലിച്ചപ്പോൾ DGക്ക് നിശബ്ദനാകേണ്ടി വന്നു. സോ യു ഗോട്ട് ഓഫ് ദ സർവീസ് ക്ലീൻ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അന്ന് ബലിയാടുകളായ 3 ഉദ്യോഗസ്ഥരിൽ ഒരാൾ എന്റെ അച്ഛനായിരുന്നു. സോ എനിക്കും ഇതൊരു കണക്ക് തീർക്കലാണ്. യു ഗെറ്റ് മീ? അബ്സല്യൂട്ട്ലി ബ്രില്യന്റ്. നീ പറഞ്ഞത് ശരിയാണ്. സൈമൺസ് കില്ലിംഗ് വാസ് എ ക്രൈം ഓഫ് റിവെഞ്ച്.
ഉള്ളിലെ പകയുമായി ഞാൻ അവസരം കാത്ത് കഴിയുമ്പോഴാണ് അവൻ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. മാർട്ടിനുമായി മുമ്പ് ഇടഞ്ഞിട്ടുള്ള അവൻ ഇവിടുത്തെ ഞങ്ങളുടെ ബിസിനസ് താല്പര്യങ്ങളെ ചലഞ്ച് ചെയ്തു. എനിക്ക് അവനോടുള്ള വെഞ്ചൻസ് ഞാൻ മാർട്ടിനുമായി ഷെയർ ചെയ്തു. സോ വി പ്ലാൻ ഇറ്റ് ഔട്ട് വിത്ത് RDX അനിൽ. പാറമട സുഭാഷ് വഴിയിൽ ഇറങ്ങിയതിനു ശേഷം അനിൽ അവനുമായി വരുമ്പോ ഞാൻ വഴിയരികിൽ കാത്തു നിൽക്കുകയായിരുന്നു. Stop the car! There! എന്നെ അറിയാമോ നിനക്ക്? മീരാസ് പാ. അനിൽ സർ, ഇവൻ ഇനി 10 മിനിറ്റ് കൂടി ആയുസുള്ളൂ. ജോഷു അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. യെസ് സർ. കൊണ്ടുപോയിക്കോളൂ സർ. So, that's it. You are still dear to me. But unfortunately, I can't spare you. എന്നെ ഇവിടെ വരുത്തി ട്രാപ്പ് ചെയ്തു എന്നല്ലേ താൻ പറഞ്ഞത്? ഞാൻ തന്നെയാണ് ട്രാപ്പ് ചെയ്തത്. ഞാനും തോമസ് സാറും കൂടി ബോധപൂർവം പ്ലാൻ ചെയ്ത മീറ്റിംഗ് ആയിരുന്നു അത്, തന്നെ കൊടുക്കാൻ. ആൻഡ് യു ഫെൽ റൈറ്റ് ഇൻ ടു ദ ട്രാപ്പ്. ഗുഡ് ലക്ക്. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഐ എം എ ടെറിഫിക് ജഡ്ജ് ഓഫ് ടാലന്റ്. നിന്നെ കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു, യു ആർ ഓസം, ടു ഓസം. All right, now you can take me, Thomas. Sir, come on.